സുസ്ഥിര വികസനം ഭാവിയുടെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് വ്യാഴാഴ്ച എം.എ കോളേജിൽ തുടക്കമാകും. യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ ലെക്ചറർ ഗബ്രിയേല ബോഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ സമ്മേളനം ഐക്കോ സസ്റ്റെയിൻ 26-ന് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ വ്യാഴാഴ്ചയാണ് തുടക്കമാവുക. കോളേജിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി എം.എ കോളേജ് അസോസിയേഷന്റെ മുഖ്യ സഹകരണത്തോടെ കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ബിവോക് വിഭാഗങ്ങൾ ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ ലെക്ചറർ ഗബ്രിയേല ബോഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എം.എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ ചടങ്ങിൽ സംസാരിക്കും. സുസ്ഥിര വികസനവും നവീകരണവും എന്ന വിഷയത്തിൽ അന്തർദേശീയ സംവാദങ്ങളും വാണിജ്യം, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രങ്ങൾ, പരിസ്ഥിതി പഠനം, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണവും മാനേജ്മെന്റും, ആരോഗ്യം, ഫിറ്റ്നസ്, സംസ്കാരം, നവീന സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ചുള്ള സമ്മേളനമാണ് നടക്കുന്നത്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖരായ വിദഗ്ധരും ഗവേഷകരും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രബന്ധ അവതരണങ്ങളും പാനൽ ചർച്ചയും ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി KSRTC ബസ്സിൽ തട്ടേക്കാട് പക്ഷിസങ്കേതം, കുട്ടമ്പുഴ, പൂയംകുട്ടി എന്നിവിടങ്ങളിലേക്കുള്ള ഫീൽഡ് സന്ദർശനവും നടക്കും. അന്തർദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ കോഴിപ്പള്ളി പാർക്ക് മുതൽ എം.എ കോളേജ് വരെ ഹരിതാഭവും സുസ്ഥിരവുമായ ഒരു ഭാവിയിലേക്കുള്ള ഓട്ടം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഗ്രീൻ മൈൽസ് എന്ന പേരിൽ മാരത്തോൺ ഓട്ടവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, കോർഡിനേറ്റർ ഡോക്ടർ ഡയാന ആൻ ഐസക്, കൺവീനർ ഡോക്ടർ പുതുമ ജോയ് തുടങ്ങിയവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര കോൺഫറൻസുകൾ 4 നമ്മൾ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി. അതിൽ ആദ്യത്തേത് സയൻസ് വിഭാഗങ്ങളെല്ലാം ചേർന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് അഡ്വാൻസ് മെറ്റീരിയൽസ് എന്നുള്ള സ്റ്റാം അതിൻ്റെ 3ാമത്തെ എഡിഷൻ നടത്തിയിരുന്നു. രണ്ടാമതായിട്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എനർജി സ്റ്റോറേജ് മെറ്റീരിയൽസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ഡാറ്റാ സയൻസിലെ നൂതന സാധ്യതകളെ കുറിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് 2 ആഴ്ച മുന്നേ നടത്തിയിരുന്നു. പിന്നീട് വരുന്ന 4ാമത്തെ കോൺഫറൻസ് ആണ് ഈ വർഷത്തേത്. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്സുകളെല്ലാം ചേർന്ന് ഐക്കോ സസ്റ്റെയിൻ എന്നുള്ള പേരിൽ 2 ദിവസത്തെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.